ഉൾക്കാടിനകത്ത് പോയി കാണാതായവരുടെ പ്രശ്നമാണ്. കാട്ടിനകത്തേക്ക് പോകുന്നത് എന്ത് തരത്തിലായിരിക്കുമെന്ന് അങ്ങേക്കറിയാമല്ലോ. പക്ഷെ ഞാൻ അതിലേക്ക് പോലെ അങ്ങനെ സംഭവിച്ചെങ്കിലും സർക്കാർ നൽകേണ്ട എല്ലാ ആനുകൂല്യങ്ങളും അതിന്റെ ശരിതെറ്റുകൾ നോക്കാതെ നൽകണമെന്ന നിർദ്ദേശമാണ് ഇന്ന് കൊടുത്തിട്ടുള്ളത്. 2025 ആരംഭിച്ചിട്ട് ഇന്നേ ദിവസം വരെ 8 ആളുകളാണ് നമ്മുടെ സഹോദരി സഹോദരന്മാരാണ് കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഇതിൽ 2 പേർ മാത്രമാണ് കാടിൻ്റെ അകത്ത് വെച്ച് കൊല്ലപ്പെട്ട ആദിവാസികൾ. ബാക്കിയുള്ള 6 പേരും മനുഷ്യൻ താമസിക്കുന്ന ജനവാസ മേഖലയിലേക്ക് വന്യജീവികൾ ഇറങ്ങി വന്നത് മൂലമുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരാണ്. പക്ഷേ നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ബഹുമാനപ്പെട്ട മന്ത്രി നൽകിയ മറുപടി വളരെ വിചിത്രമാണ്. കാടിൻ്റെ അകത്ത് അതിക്രമിച്ച് കയറിയ ആളുകളാണ് കൊല്ലപ്പെട്ടത് എന്നുള്ള ഭാഷയിലാണ് അദ്ദേഹം സംസാരിച്ചത്. ഇത് തികച്ചും അവാസ്തവമായ ഒരു കാര്യമാണ് എന്ന് കേരള ജനതയ്ക്ക് അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഇങ്ങനെ പച്ചക്കള്ളങ്ങൾ നിയമസഭയിൽ എഴുന്നള്ളിക്കുന്നത് എന്തിനു വേണ്ടി? ആളുകൾ കൊല്ലപ്പെട്ടതിൽ 8 ആളുകൾ കൊല്ലപ്പെട്ടതിൽ 6 ആളുകൾ കാട്ടാനയുടെ ആക്രമണത്തിലും ഒരാൾ കടുവയുടെ ആക്രമണത്തിലും ഒരാൾ കാട്ടുപന്നിയുടെ ആക്രമണത്തിലുമാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇടുക്കി ജില്ലയിൽ കൊമ്പൻപാറ എന്ന സ്ഥലത്ത് സോഫിയ എന്ന വീട്ടമ്മ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതെങ്കിൽ തിങ്കളാഴ്ച അതേ ദിവസം തന്നെയാണ് തിരുവനന്തപുരത്ത് പാലോടിന് സമീപം ബാബുവിനെയും കാട്ടാന ചവിട്ടിക്കൊന്നതായി കണ്ടെത്തിയത്. തൊട്ടടുത്ത ദിവസം തന്നെ വയനാട്ടിൽ മാനു എന്ന ഗോത്രവർഗ യുവാവ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വാർത്തയും വരികയുണ്ടായി. നമ്മുടെ നാട്ടിൽ എന്താണ് അവസ്ഥ? വനമേഖലയിൽ സമീപ മേഖലയിലെല്ലാം ജീവിക്കുന്ന ജനങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശമില്ലേ? രാജ്യത്തെ പൗരന്മാർക്ക് ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യമാണ് സ്വസ്ഥമായി ജീവിക്കാനുള്ള അവകാശം. കാടിറങ്ങുന്ന ഏതെങ്കിലും ജീവിയുടെ കൊമ്പിന്റെ മുന്നിലോ തുമ്പിക്കൈയിലോ ദംഷ്ടകളിലോ ഒടുങ്ങാനുള്ളതാണോ സാധാരണക്കാരായ മനുഷ്യ ജീവിതങ്ങൾ എന്ന് നമ്മുടെ മന്ത്രിമാരോട് ചോദിക്കുമ്പോൾ അവർ നിയമസഭയിൽ പറയുന്നതോ ഉൾക്കാടുകളിൽ പോയതുകൊണ്ടാണ് കൊല്ലപ്പെടാൻ കാരണമെന്ന ബാലിശമായ മറുപടികളാണ് പറയുന്നത്. എന്നാൽ ഇത്തരത്തിൽ മനുഷ്യൻ കൊല്ലപ്പെടാതിരിക്കാൻ എന്താണ് നാം ചെയ്യേണ്ടതെന്നും നമുക്കിനി എന്തെല്ലാം ചെയ്യാമെന്നുമുള്ള ആത്മാർത്ഥമായ ചിന്തയും ആത്മാർത്ഥമായ മറുപടിയും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്ന കാരുണ്യത്തിൻ്റെ വാക്കുകളുമല്ലേ യഥാർത്ഥത്തിൽ മനുഷ്യസ്നേഹികളായ മനുഷ്യരുടെ കൈകളിൽ നിന്ന് വരേണ്ടത്. പക്ഷേ എത്ര ബാലിശമായ മറുപടികളാണ് ഭരണകൂടം സാധാരണക്കാരായ പാവപ്പെട്ടവൻ്റെ മുന്നിലേക്ക് വലിച്ചെറിയുന്നത്. അതിന് മാത്രം വിധിക്കപ്പെട്ടവരാണോ ഈ നാട്ടിലെ സാധാരണക്കാരായ പാവപ്പെട്ട മനുഷ്യർ? അധികാരികൾക്ക് ഈ രാജ്യത്തെ പാവപ്പെട്ടവരോടുള്ള ആത്മാർത്ഥത മാത്രമാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് വയനാട്ടിലെ തന്നെ ഒരു സംഭവം നമുക്ക് നോക്കാം. കർണാടകയിൽ നിന്നെത്തിയ ബേലൂർ മഖ്ന എന്ന കാട്ടാന വയനാട്ടിൽ അജീഷിന്റെ ജീവൻ കവർന്നിട്ട് ഈ കഴിഞ്ഞ തിങ്കളാഴ്ച 1 വർഷം തികയുകയാണ്. അതിനോടനുബന്ധിച്ച് ശക്തമായ പ്രതിഷേധങ്ങൾ ഇരമ്പിയപ്പോൾ ഈ കാട്ടാനയെ പിടികൂടി മുത്തങ്ങ ക്യാമ്പിലേക്ക് മാറ്റുവാനാണ് തീരുമാനിച്ചിരുന്നത്. അത് പ്രകാരം 100 കണക്കിന് വനപാലകരും ഉദ്യോഗസ്ഥരുമെല്ലാം ശക്തമായ തിരച്ചിൽ ആരംഭിക്കുകയും ആനയെ പിടികൂടാൻ സാധിക്കുകയും ഉണ്ടായില്ല. പകരം ഈ ആന തിരിച്ച് കർണാടകയിലേക്ക് കടന്നു കളയുകയും എന്നാൽ പല പ്രാവശ്യം അത് ജനവാസ മേഖലയിലേക്ക് തിരിച്ചു വരികയും ആ ജനതയുടെ ജീവന് ഭീഷണി ഉയർത്തുകയും ചെയ്യുകയാണ്. ഇപ്പോഴും അത് തുടരുക തന്നെ ചെയ്യുകയാണ്. വന്യമൃഗങ്ങൾ ജനവാസ മേഖലകളിലേക്ക് എത്തുന്നത് എന്തുകൊണ്ടാണ്? ഇതിനെക്കുറിച്ച് കൃത്യമായ കണക്കുകൾ സർക്കാരിൻ്റെ കയ്യിലില്ലേ? വനം വകുപ്പിൻ്റെ കൈകളിലോ ഒന്നും കൃത്യമായ ഡാറ്റ ഇല്ലേ? ഇവരുടെ സ്വാഭാവികമായ ആവാസ വ്യവസ്ഥ നശിപ്പിക്കപ്പെടുകയാണ്. എന്താണ് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി ശാസ്ത്രീയമായി മറുപടി പറയാനുള്ളത്? അല്ലാതെ അവിടെയും ഇവിടെയും കൊള്ളിച്ചിട്ടുള്ള വളരെ
മോശമായ രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തിയിട്ട് കാര്യമില്ല. കാരണം ഇത് സാധാരണക്കാരായ മനുഷ്യരുടെ ജീവൻ വച്ചിട്ടുള്ള ഒരു വിലപേശൽ മാത്രമാണ് നിങ്ങൾ നടത്തുന്നത്. നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടായിരുന്നെങ്കിൽ ഈ ബഡ്ജറ്റിൽ ഇത്രയും ശക്തമായ വന്യജീവി ആക്രമണങ്ങൾ കേരളത്തിൻ്റെ എല്ലാ സ്ഥലത്തും, ഒരു സ്ഥലത്ത് വയനാട്ടിലാണെങ്കിൽ അടുത്ത ആക്രമണം നാം കേൾക്കുന്നത് മുണ്ടക്കയത്താണ്, അടുത്ത ആക്രമണം തിരുവനന്തപുരത്താണ്. അതായത് കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ അവർക്കുള്ള നഷ്ടപരിഹാരങ്ങൾ ഉയർത്തേണ്ടതുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു തീരുമാനവും ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ ഉണ്ടായിട്ടുമില്ല. അതുമാത്രമല്ല, വന്യജീവികളെ നേരിടാനുള്ള പുതിയ പദ്ധതികളോ പുതിയ ആസൂത്രണമോ അതിനുള്ള പുതിയ ബഡ്ജറ്റോ ഒന്നും തന്നെ ഈ കഴിഞ്ഞ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അതെല്ലാം ജനങ്ങളുടെ ജീവിതത്തിന് ഒരു വിലയും ഈ സർക്കാർ കൽപ്പിക്കുന്നില്ല എന്ന തരത്തിലേക്കുള്ള ചിന്തകളിലേക്കല്ലേ ഓരോ സാധാരണക്കാരനെയും കൊണ്ടുചെന്നെത്തിക്കുന്നത്. ഇതിനെല്ലാം മറുപടി പറയേണ്ടത് ഈ രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ്റുകളാണ്. വന്യജീവി ആക്രമണങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ കൃത്യമായ മുൻകരുതലുകൾ സർക്കാർ എടുക്കുക. ഫെൻസിങ്, ട്രാക്കിംഗ്, ആധുനിക സാങ്കേതിക വിദ്യകൾ എല്ലാം ഉപയോഗിച്ച് വന്യജീവികളെ നിയന്ത്രിക്കുക. വനപാതകൾക്ക് സമീപമുള്ള വീടുകൾക്ക് സംരക്ഷണം ഉറപ്പാക്കുക. മരണപ്പെടുന്ന കുടുംബങ്ങൾക്ക് ശരിയായ നഷ്ടപരിഹാരവും അവരുടെ പുനരധിവാസവും ഉറപ്പാക്കുക. വനം വകുപ്പ്, പോലീസ്, പഞ്ചായത്ത് അധികൃതർ എന്നിവരെല്ലാം ചേർന്നിട്ടുള്ള ഒരു കമ്മിറ്റി ശക്തമായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള ആസൂത്രണങ്ങൾ നടപ്പിലാക്കുക. വനം വകുപ്പിന് ഇപ്പോഴും ഉണരാൻ സമയമായില്ലേ? ഇനിയും ആനയും കടുവയും കാട്ടുപന്നിയും എത്ര മനുഷ്യജീവനുകൾ എടുക്കണം നിങ്ങൾ ഉണരണമെങ്കിൽ? കാട്ടിലെ മൃഗങ്ങളുടെ ജീവൻ വിലപ്പെട്ടതാണെങ്കിൽ നാട്ടിലെ മനുഷ്യജീവിതങ്ങൾ അതിലും എത്രയോ വിലയേറിയതാണ്.